കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ട് മഹാരഥന്മാർ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മറ്റൊന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. കേരള രാഷ്ട്രീയത്തിൽ ഇവർ രണ്ടുപേരും ചെയ്ത സംഭാവനകൾ നമ്മൾ എല്ലാ കാലവും ഓർക്കുന്നതാണ്. ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ രണ്ട് നേതാക്കന്മാരുണ്ട് എന്നത് മറ്റൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലും ചർച്ചയാകുന്ന പേര് ഉമ്മൻചാണ്ടി എന്നുള്ള പേരാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ നടന്ന കൊച്ചു പിള്ളേരൊക്കെ ഇന്ന് വളർന്ന് വലിയ നിയമസഭാ സാമാജികരായി മാറിയിട്ടുണ്ട്, പാർലമെന്റിലുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടൊരു നിരയുണ്ട്. PC വിഷ്ണുനാഥ്, അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, VS ജോയി, പിന്നീട് KM അഭിജിത്ത്, ഇങ്ങനെ ഒരുപാട് നിരകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് VSന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ അദ്ദേഹം എല്ലാവരെയും കൊണ്ട് നടന്ന് അല്ലെങ്കിൽ അതേ രീതി ഒരു മാനറിസംസ് കീപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് എപ്പോഴും മുതിർന്ന നേതാക്കളെ ഓർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ നിരക്ക് അനുസരിച്ചാണെങ്കിൽ ഷാഫി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും സിദ്ദിഖ് ആണെങ്കിലും ഇവരൊക്കെ ഈ ജനങ്ങളോട് ഭയങ്കര ക്രൗഡ് പുള്ളിങ് ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് ജനങ്ങളെടുത്ത് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും, ജനങ്ങൾ ഇവരോടും ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിലുള്ളത് കൊണ്ട് തന്നെ ഇവരെ പറ്റി അല്ലെങ്കിൽ ഇവർ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇവർ ഇടപഴകുമ്പോഴാണെങ്കിലും ആ നേതാവിനെ ഓർത്തു പോകും, ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണല്ലോ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ ഒരു മറ്റൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈകാരികമായുള്ള സ്നേഹമാണ്. മറ്റേടത്ത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിൽ ആശയങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധമാണ് അവിടെ ഉടലെടുക്കുന്നത്. അവിടുത്തെ സഹോദരങ്ങളാണെങ്കിലും അവിടുത്തെ ബന്ധങ്ങളാണെങ്കിലും പാർട്ടിക്ക് അതീതമല്ല ഒന്നും. പക്ഷേ കോൺഗ്രസിലെ പാർട്ടിക്ക് അതീതമായി ഒരു സ്നേഹങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ വിമത നീക്കം ഉണ്ടായാൽ പോലും പരസ്പരം ആ ഒരു സ്നേഹം കൈമാറ്റപ്പെടുന്നത്. VSനെ എന്തുകൊണ്ട് ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS എല്ലാവരുടെയും മനസ്സിലുണ്ട്, അതാണ് സത്യാവസ്ഥ. അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് VSന്റെ പക്ഷത്ത് നിന്നിരുന്ന ആളുകളെല്ലാം ഇന്ന് CPM-നെതിരായിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാവുന്ന പോലെ സുരേഷ് വരെ അമ്പലപ്പുഴയിൽ CPM-നെതിരായിട്ടാണ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഇക്കാലം ഇല്ലാത്തതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ VSന്റെ മരണത്തോളം അല്ലെങ്കിൽ മരിക്കുന്നത് വരെ VS CPM-ൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ടു പോയിട്ടില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയിലുള്ള ആളുകളെല്ലാം അപ്രസക്തമായി. അത് തീർച്ചയായും അത് നമുക്ക് ഈ പാർട്ടിയുടെ വരവ് അല്ലെങ്കിൽ കാലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അറിയാം പാർട്ടിക്ക് മാറ്റം വന്നിട്ടുണ്ട്. പാർട്ടിയുടെ ആശയങ്ങൾക്കപ്പുറത്തേക്കും ഈ വ്യക്തി താല്പര്യങ്ങൾക്കാണെങ്കിലും അവരുടെ ആശയങ്ങൾ വേറെ അല്ലെങ്കിൽ പറയുന്നത് വേറെ ഈ അംഗീകരിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. ഇതിനു മുൻപ് ആ ഒരു അവസ്ഥയായിരുന്നില്ല. അല്ലെങ്കിൽ നേതാക്കളോട് ഞാനിപ്പോ അവിടെയാണ് അല്ലെങ്കിൽ എന്റെ നേതാവ് ഇവിടെ ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അണികൾക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. അവർ മടുത്തു തുടങ്ങിയതിന്റെ ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് ശേഷം പലരും ഈ കുഴിഞ്ഞു പോകലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് പാർട്ടിയോട് അല്ലെങ്കിൽ ആശയങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് ആരും അങ്ങനെ പോകില്ലായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഈ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു സുരേഷിന്റെ. അതായത് മലമ്പുഴ മത്സരിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന കഴിഞ്ഞ പോയ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്ന VSന്റെ ഏറ്റവും അടുത്ത ഒരാളായിരുന്ന അയാൾ ഇന്ന് കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നൽകിയൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നും VSന് സംഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. അതോടെ അവസാനിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അതിനപ്പുറത്തേക്ക് പറയാനുള്ളത്, ഇപ്പോൾ VS അച്യുതാനന്ദനെ കേരള രാഷ്ട്രീയത്തിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ അപമാനിച്ച ഒരേ ഒരാൾ ഗണേഷ് കുമാറാണ്. അതായത് പരസ്യമായിട്ട് കാമഭ്രാന്തൻ എന്ന് വിളിച്ച് VS അച്യുതാനന്ദനെ ആക്ഷേപിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതലും താങ്ങി നടക്കുന്നതും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയല്ലേ? തീർച്ചയായും അത് അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഗണേഷ് കുമാർ CPM-നോടൊപ്പം ആയിരുന്നില്ല, ഇന്ന് ഗണേഷ് കുമാർ CPM-ന്റെ ഭാഗമാണ്. ഇതാണ് അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ച് എപ്പോഴും ഉള്ളൊരു രീതിയാണ് ഈ അതിജീവിതമാർ. ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാവുന്ന അതിജീവിതമാർ ഒന്നും ഞങ്ങൾ അങ്ങനെ പരിഗണിക്കുകയില്ല. പക്ഷെ മറ്റുള്ളവരുടെ പക്ഷത്തുള്ള അതിജീവിതമാർക്ക് ഞങ്ങൾ എപ്പോഴും തണലേകും. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഞങ്ങൾ പ്രത്യേകപരമായിട്ട് എടുത്ത് കൈകാര്യം ചെയ്തു എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ശശി മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് കോന്നിയിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. കോന്നിയിലെ തന്നെ ഒരു പ്രധാന നേതാവിന്റെ ആ സമയത്തൊന്നും പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പുറത്താക്കലുകളോ അല്ലെങ്കിൽ മീറ്റിംഗ് കമ്മിറ്റി കൂടുകളോ ഇതൊന്നും നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ ഒരു രീതികളാണ്. ഇതിനു മുൻപ് തന്നെ പാർട്ടിയുടെ തന്നെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പല പീഡനങ്ങളെ തന്നെ ഞങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഗാർഹിക പീഡനങ്ങളാണെങ്കിൽ ഞങ്ങൾ ആ വകുപ്പിലേ എടുക്കുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ പീഡനങ്ങളൊന്നും ഒന്നല്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് നാട് നീളെ നടന്ന് പെണ്ണ് പിടിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ളൊരു സംഭവം ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ മാത്രം ഞങ്ങൾ എടുക്കും. അതേപോലെ തന്നെയാണ് ഈ ശിഷ്യന്മാരുടെ ഗണമാണെങ്കിലും ഇപ്പൊ ആ പറഞ്ഞ കൂട്ടം ആൾക്കാരുടെ ഗണമാണെങ്കിലും ഇത് കോൺഗ്രസിൽ വരുമ്പോൾ വ്യത്യാസവും കമ്മ്യൂണിസത്തിൽ വരുമ്പോൾ വ്യത്യാസവുമാണ് രീതി. പിന്നീട് ഒരു കാലത്തോളം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴാണ് ഈ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായതും ജനങ്ങളിലേക്ക് അത് എത്തിപ്പെടുന്നതും. അതിനു മുൻപും ഈ കമ്മിറ്റികളിലാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ആദ്യകാലം തൊട്ട് EMS ഒക്കെ കാലം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അന്നൊക്കെ ഈ അണികളിൽ ഒരു കുറച്ചും കൂടെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ മാത്രം നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാലം വിട്ടുപോയി. ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു അവസ്ഥയും പിന്നെ പറഞ്ഞ് അംഗീകരിക്കാതെ വരുമ്പോൾ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നുവിട്ടു. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് വെറും 2 മണ്ഡലങ്ങൾ മാത്രമാണ്. ഒന്ന് മലമ്പുഴയിലും ഒന്ന് പത്തനാപുരത്തുമാണ്. എന്നാലും പത്തനാപുരത്ത് കോൺഗ്രസ്സുകാർ അത്ര കണ്ട് VS അച്യുതാനന്ദന് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. VS അച്യുതാനന്ദൻ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആക്ഷേപിച്ച ഒരാൾ എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. VS ഒരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. ഇതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും ഇവിടുത്തെ CPMകാരും കോൺഗ്രസ്സുകാരും എല്ലാം ഒന്നിച്ച് അംഗീകരിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ. ഒന്ന് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്തിനാണ് VSനെ പറ്റി ചർച്ച ചെയ്യേണ്ടത്? അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നശിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ആദർശങ്ങൾ പിന്തുടർന്ന് പോയ ആൾക്കാർ കൊഴിഞ്ഞു പോയി, ഇപ്പൊ പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ അപ്പൊ വീണ്ടും ഇത്തരം ഒരു വിഷയം നമ്മൾ ഒരു മണ്ഡലത്തിലേക്ക് ചർച്ചാ വിഷയമാകുകയാണെങ്കിൽ അത് ആർക്കെതിരെയുള്ള വാളായിരിക്കും? സ്വന്തമായി കൊല്ലാൻ മരിക്കാനുള്ള ഒരു വാള് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കുന്ന സ്ഥിതിയാവില്ലേ? ഞാനിപ്പോ ആലപ്പുഴയിൽ ഒരു വിമത നീക്കം നടന്നു. GS ഇപ്പൊ അവിടെ വിട്ടുപോയി. അവിടെ പോയി അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആള് പ്രതിപക്ഷ ഇപ്പൊ CPMന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അദ്ദേഹം എച്ച് സലാം അവിടെ പോയിട്ട് VSനെ പറ്റി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും കേൾക്കാൻ പോകുന്നത്? അതും GS എതിർ നിൽക്കുന്ന സമയത്ത് അവിടെ VSനെ പറ്റി സംസാരിക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പൊ പുതുപ്പള്ളിയിൽ എവിടെ നോക്കിയാലും ഉമ്മൻചാണ്ടിയുടെ മുഖം കാണുന്നുണ്ട്. അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ അതേപോലെയല്ല VSന്റെ കാര്യം. CPM ആലപ്പുഴയിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല ജനങ്ങളുടെ പ്രതികരണം. അതേപോലെ ജനങ്ങളെക്കാട്ടുള്ള ഉപരി സഖാക്കളുടെ പ്രതികരണം അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ പ്രത്യേക ഇദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആൾക്കാരൊക്കെ അവരുടെ നമ്മൾ പുതുപ്പള്ളി പള്ളിയിൽ എല്ലാവരും പോയി ശ്രീ ഉമ്മൻചാണ്ടിയെ കാണുന്നുണ്ട്. അതേപോലെയല്ല VSന്റെ ശവകുടീരത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ആ ഉള്ള ആൾക്കാർ അധികം അതങ്ങ് പ്രൊമോഷണൽ ആക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ ആക്കി കഴിഞ്ഞാലും ബാക്കിയുള്ള നേതാക്കളൊന്നും അവിടെ പോവില്ല. പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല സൈബർ ആക്രമണമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ ഗണേഷ് കുമാർ ഇപ്പൊ ഏത് പാർട്ടിയിലാണുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണല്ലോ. ഗണേഷ് കുമാർ എങ്ങാനും VSന്റെ ശവകുടീരത്തിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ VSനെ പറ്റി എന്തെങ്കിലും അക്ഷരം അദ്ദേഹം മാറ്റി പറയുകയാണെങ്കിൽ ആ പഴയ നിങ്ങൾ തന്നെ പറഞ്ഞ ആ ഒരു കാര്യം വീണ്ടും എടുത്തു വരും. ട്രോളായിരിക്കും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. അതിലും ബെറ്റർ മിണ്ടാതിരിക്കുന്നതല്ലേ? ഇത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പറയാൻ പറ്റുന്ന വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുക. അതേപോലെ ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഉമ്മൻചാണ്ടിയുടെ ബോർഡ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ എല്ലായിടത്തും ഇനി വേറെ ആരുണ്ട് ഇതൊക്കെ ചെയ്യാൻ? 5 ലക്ഷം വീടുകൾ നൽകാൻ വേറെ ആരുണ്ട്? ഇങ്ങനെ ഞങ്ങൾ ബോർഡുകൾ വെക്കും. ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വെച്ചിട്ടില്ലേ, അതേ രീതിയിൽ ഞങ്ങൾ ബോർഡുകൾ വെക്കും. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അല്ല, എന്ത് തന്നെയാണെങ്കിലും 2 മഹാരഥന്മാർ മരണശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. 2 പേരും ചർച്ചാ വിഷയമാകും. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇത് 2ഉം ചർച്ചാ വിഷയമാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും അതിൻ്റെ പരിണിത ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്.